എല്ലാ കൂട്ടുകാർക്കും ഫ്ലേവർ ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന മുട്ടയും നല്ല പഴുത്ത മാങ്ങയും കൊണ്ടുള്ള റെസിപ്പിയാണ്. എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഞാൻ മിക്സിയുടെ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു മാങ്ങ ഞാൻ അതിൻ്റെ ഉള്ളിലെ പൾപ്പെല്ലാം തന്നെ എടുത്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ടയും 1/2 കപ്പ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ അളവൊക്കെ നമ്മുടെ മധുരത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതൊരു 3 ടേബിൾ സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് പോലെ മിക്സിയിലൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല തിക്ക് പേസ്റ്റായിട്ട് പഞ്ചസാര എല്ലാം തന്നെ അലിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, നല്ല ക്രീമി ആയിട്ടുള്ള ടെക്സ്ചറിലാണ് നമ്മുടെ മാവ് കിട്ടിയിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പോളം ആട്ടപ്പൊടിയും ചേർക്കാം, മൈദയും ചേർക്കാം. ഞാനിവിടെ ആട്ടപ്പൊടി 1/2 കപ്പും മൈദ 1/2 കപ്പും എടുത്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു വിസ്ക് വെച്ചിട്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മിക്സിയുടെ ജാറിൽ തന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് കട്ടയൊന്നും പിടിക്കാതെ നല്ല രീതിയിലൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. നമ്മൾ ഏകദേശം ഒരു 5 മിനിറ്റ് നന്നായി വിസ്ക് ചെയ്തതിന് ശേഷം നല്ല സ്മൂത്തായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളൊരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ നല്ല സിൽക്കി സ്മൂത്തായിരിക്കണം, ഒരുപാട് വെള്ളമായി പോകരുത്. നല്ല ചൂടായിട്ടുള്ള തവയിലേക്ക് നമ്മൾ ഓരോ കയ്യിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. പരത്തി കൊടുക്കരുത്. വേറൊന്നുമില്ല, നമ്മുടെ നല്ലൊരു മാംഗോ പാൻകേക്കാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ പാൻകേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. സ്പ്രെഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് വലിയ പാനായതുകൊണ്ട് ഞാൻ 3-4 ഒരുമിച്ച് തന്നെ ഒഴിച്ചെടുക്കുകയാണ്. നമുക്കിതൊരു 5 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യാം. ആ സമയം നമുക്ക് ബബിൾസ് എല്ലാം തന്നെ അതിൽ ഉണ്ടായി വരുന്നത് കാണാൻ സാധിക്കും. നല്ല രീതിയിൽ ബബിൾസ് വന്നതിന് ശേഷം മാത്രം തിരിച്ചിടാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ നല്ല തിക്കായതുകൊണ്ട് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. കണ്ടില്ലേ, ഇപ്പം നല്ല ബബിൾസൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിപ്പോൾ തന്നെ കാണുമ്പോൾ അറിയാം നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഈ പാൻകേക്ക് കുട്ടികൾക്ക് എപ്പോൾ കൊടുത്താലും കഴിക്കും. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ലഞ്ച് ബോക്സ് റെസിപ്പി കൂടിയാണ്. ഇതിൻ്റെ കൂടെ ഹണി ആഡ് ചെയ്യാം, അല്ലെങ്കിൽ മാംഗോ ജ്യൂസ് വെച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവുന്നതാണ്. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതിൽ മുട്ട ചേർത്തിട്ടുണ്ടെന്ന് പോലും ആർക്കും അറിയില്ല. മുട്ട കഴിക്കാത്ത കുട്ടികൾക്കെല്ലാം തന്നെ ഈ രീതിയിൽ തയ്യാറാക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, ഹെൽത്തിയാണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു പാൻകേക്ക് റെസിപ്പിയാണ്. ഞാൻ ഇതുപോലെ കുറച്ചധികം പാൻകേക്ക്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. നമുക്ക് അടുത്തതുകൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രിപ്പറേഷനാണ്. അപ്പോൾ എല്ലാവരും കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക. മാങ്ങയുടെ സീസണൊക്കെ വരുമ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് പാൻകേക്ക് കാണുമ്പോൾ തന്നെ അറിയാം വളരെ സോഫ്റ്റാണ്, ഫ്ലഫിയാണ്. നമ്മുടെ വീടുകളിലൊക്കെ കിഡ്സിൻ്റെ ബർത്ത്ഡേ പാർട്ടിയൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന ഇത്ര സിമ്പിളായിട്ടുള്ള വീഡിയോസ് എല്ലാം തന്നെ നിങ്ങളുടെ ഫോണിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതാണ്. എൻ്റെ വീട്ടിലെ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമായിട്ടുള്ള ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.